അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, വളരെ ശക്തമായ പ്രചാരണങ്ങൾ മുസ്ലിങ്ങൾ ദേശവിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എത്രയോ കാലമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിൻ്റെയും മുമ്പ് ഇന്ത്യയിൽ നിന്ന് മുസ്ലിം ഉന്മൂലനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ചില ഫാസിസ്റ്റ് ശക്തികൾ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ ആഹ്വാനം ചെയ്തു തുടങ്ങിയിട്ട് കുറേയധികം കാലമായി. എന്നാൽ ഇന്ന് ഇവിടുത്തെ ക്രിസംഗികൾ എന്ന് വിളിക്കപ്പെടുന്ന ചിലർ സംവിധാനം ചെയ്യുകയും നവനാസ്തികരും ലിബറലുകളും എക്സ് മുസ്ലിങ്ങൾ എന്ന് സ്വയം പേര് സ്വീകരിച്ച ആളുകളും പ്രചരിപ്പിക്കുകയും സംഘപരിവാരം മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആരോപണമാണ് ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന ഒരു വചനം ഉണ്ട് എന്നത്. കേരളത്തിലെ ഒരു ആക്ടിവിസ്റ്റുമായി ഒരു ചങ്ങാതി നടത്തിയ ഒരു സംവാദത്തിനിടയിൽ അത്തരമൊരു പ്രയോഗം നടത്തുന്നത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? ആ സംഗതി പോലും ഇവിടെ നടക്കാൻ പോകുന്ന ഒരു വിഷയമാണ് എന്നും അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ടും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്നും കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള അധ്യാപനങ്ങളാണ് മദ്രസകളിലടക്കം പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യയെ കീഴടക്കുക, ദ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ. അതെ, ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്നൊരു ഹദീസ് ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹവും അവരുടെ ദേശീയതയും അവരുടെ സന്നദ്ധതയുമൊന്നും ഇത്തരം ആളുകളുടെ ട്രേഡ് മാർക്ക് കിട്ടിയിട്ട് വേണ്ട മുസ്ലിങ്ങൾക്ക് എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നതും ഒന്നടങ്കം വിശ്വസിക്കുന്നതുമാണ്. മുസ്ലിം ജനകോടികളെ ദേശവിരുദ്ധരാക്കാനുള്ള ശ്രമങ്ങളെ ഇന്ത്യയുടെ മണൽത്തരികളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള 1000 മനുഷ്യരുടെ ജീവനുകളും അവർ ഉയർത്തിയ ജീവിത സന്ദേശവും വലിയ അർത്ഥത്തിൽ അത് നിലനിർത്തുകയാണ്. ഓർമ്മ ഗോപുരങ്ങളില്ലാതെയും ഓർക്കാൻ ദിനങ്ങളില്ലാതെയും അനുസ്മരിക്കാൻ ആളില്ലാതെയും ഇന്ത്യൻ ജനകോടികളുടെ ഹൃദയങ്ങളിൽ ഇനിയും കടന്നുവരുന്ന തലമുറകളിൽ സ്വാതന്ത്ര്യ സമര പോരാളികൾ നടത്തിയ ധീരമായ ശ്രമങ്ങൾ ഓർക്കപ്പെടുമെന്നതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇടവേളകളിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ധീരമായ പോരാട്ട ചരിത്രങ്ങൾ മായ്ക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതുപോലത്തെ ഒരു ഹദീസ് എന്താണ്, അതിൻ്റെ സാഹചര്യം എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നത് മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ലോകത്തെ 100 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹദീസ് വിഭാഗത്തിൽ, ഹദീസ് ശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ ഡിഗ്രി പൂർത്തിയാക്കിയ ആളാണ് ആദരണീയനായ ഷമീർ മദീനി. ഞാനതിവിടെ പറയുന്നത്, ഇത്തരം വചനങ്ങൾ ഉദ്ധരിക്കുന്ന വ്യക്തികൾക്ക് ഇതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും അറിയില്ലെന്ന് മാത്രമല്ല, അറബി അക്ഷരമാലയുടെ എണ്ണം പോലും അറിയില്ല. അങ്ങനത്തെ ആളുകളാണ് ഗസ്വായ് ഹിന്ദ് അല്ലെ, എവിടുന്നൊക്കെയോ വെച്ചുള്ള ചില സാധനങ്ങൾ വെച്ച് കാച്ചിയിട്ട് ഇവിടുത്തെ സമൂഹത്തിൽ ഇത്തരം വെറുപ്പിൻ്റെ പ്രചാരണങ്ങൾക്ക് സാക്ഷിയാകുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ നിങ്ങൾ, 1931 ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാരാ? ഒരു കുഞ്ഞു ഖുർആൻ തൻ്റെ ശർവാനിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച, തൻ്റെ ശർവാനിക്കുള്ളിൽ ചേർത്ത് വെച്ച, നെഞ്ചിൻ കൂടിനോട് ചേർത്ത് വെച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ നേതൃത്വം 80 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിലേക്ക്, സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ നിലനിൽക്കുന്ന 80 രാജ്യങ്ങളിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ഉയരുന്ന സദസ്സിലേക്ക് പറഞ്ഞേക്കുന്നത്. ചരിത്രം ആ 80 രാജ്യങ്ങളിൽ ഏറ്റവും നന്നായി ഓർത്തത് മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ രാജ്യത്തെയായിരുന്നു. അതിൻ്റെ കാരണം, അദ്ദേഹം അവിടെ വെച്ച് ആ അന്നത്തെ ബ്രിട്ടീഷ് ഏകാധിപതികളോട് ചോദിച്ചത്, ഐ വാണ്ട് എ ഗ്രേവ് ഇൻ എ ഫ്രീഡം കൺട്രി, എനിക്ക് സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് ഒരു ഖബർ വേണം, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എന്നായിരുന്നു. 5 മിനിറ്റ് അനുവദിച്ചിടത്ത് നിന്ന് 32 കോടി ജനങ്ങളുള്ള രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഓരോ കോടിക്കും 1 മിനിറ്റ് എനിക്ക് വേണം, 32 മിനിറ്റ് എനിക്ക് മിനിമമെങ്കിലും അനുവദിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം ഉച്ചയിസ്തരം പ്രസംഗിക്കുകയും ഉജ്ജ്വലമായി സംസാരിക്കുകയും ആ സദസ്സിൽ തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹവും തൻ്റെ വിശ്വാസത്തോടുള്ള നിലപാടുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പ്രവാചകനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ ചാടി എണീറ്റ അധ്യക്ഷനോട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് എൻ്റെ മതമേതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മുസ്ലിമാണെന്ന്, ഞാൻ പറയും മുസ്ലിമാണെന്ന്, ഞാൻ വീണ്ടും പറയും മുസ്ലിമാണെന്ന്.
എൻ്റെ രാജ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഐ ആം ആൻ ഇന്ത്യൻ, ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് ഞാൻ ഉറക്കെ പറയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ വെച്ച് ആ വൈകാരിക പ്രസംഗത്തിനിടയ്ക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹർ കുഴഞ്ഞു വീഴുന്നു. പിന്നീട് അദ്ദേഹം അവിടെ തന്നെ വെച്ച് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നു. എന്താ, അടിമത്തം നിലനിൽക്കുന്ന നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകരുതെന്ന ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഓർമ്മ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. 1117 നമ്പർ ബോഗിയിൽ 1711 നമ്പർ ബോഗിയിൽ തിരൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ട വാഗണിൽ എന്താ ചരക്കുവണ്ടിയിൽ മനുഷ്യരെ കുത്തിത്തുറ്റി അവസാനം അവരെല്ലാവരും 64 ആളുകൾ മരിച്ച അവരുടെ മൃതശരീരങ്ങൾ തിരൂരിലെ ജുമാഅത്ത് പള്ളിയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ആ മീസാൻ കള്ളികൾ ലോകത്തോട് പറയുന്നത് ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ കഥയാണെങ്കിൽ ആ കഥയുള്ള ഒരു ജനതയെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കലുകളിലൂടെ ഒരിക്കലും അരിക്കാക്കാൻ കഴിയില്ല എന്നത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എത്രയോ ചരിത്രങ്ങളുണ്ട്, അത്തരം ചരിത്രങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഷമീർ മദീനി നമ്മളോട് ഈ ഹദീസ് എന്താണെന്നും അതെവിടെയാണെന്നും അതിൻ്റെ സാഹചര്യം എന്താണെന്നും പണ്ഡിതന്മാർ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നും ഇൻഷാ അല്ലാഹ് അതിനുള്ള വ്യക്തത വരുത്തും. തുടർ ചർച്ചകളിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രസ്നേഹം, രാജ്യസ്നേഹം, അത് ചോദ്യം ചെയ്യുന്നവരുടെ രാജ്യസ്നേഹം തമ്മിൽ തുലനം ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപകൽപ്പന നടന്ന സാഹചര്യം ഒന്ന് പരിശോധിച്ചാൽ മതി. ഏതായിരുന്നാലും ഇസ്ലാമിനെ സംബന്ധിച്ച് വിമർശിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അധിക്ഷേപിച്ച് പറയുന്ന ഒരു ഹദീസ്, വാസ്തവത്തിൽ എന്താണ് ആ ഹദീസിലുള്ളത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് കേൾക്കുക. ഇമാം നസാഇ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സുനനുൽ കുബ്രയിൽ 3175 നമ്പറായി ഉദ്ധരിച്ച ഹദീസ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ 22396 നമ്പറായി ഉദ്ധരിച്ച ഹദീസ്, അൻ സൗബാൻ മൗല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇസ്വാബതാനി മിൻ ഉമ്മത്തി അഹ്റസഹുമല്ലാഹു മിനന്നാർ, എൻ്റെ സമുദായത്തിലെ 2 വിഭാഗം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് കാക്കും. ഒന്ന് ഇസാബത്തുൻ തഗ്സുൽ ഹിന്ദ്, ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. വ ഇസാബത്തുൻ തകൂനു മഅ ഈസ ഇബ്നു മറിയം, ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും വരുമ്പോൾ ആ പ്രവാചകൻ്റെ കൂടെയുണ്ടാകുന്ന ആളുകൾ അവരെയും അള്ളാഹു സംരക്ഷിക്കുമെന്നാണ് ഹദീസിലുള്ളത്. ഈ ഹദീസ് സ്വഹീഹാണ്. ഷെയ്ഖ് അൽബാനി അടക്കമുള്ള ആധുനിക മുഹദ്ദിസീങ്ങൾ അത് സ്വഹീഹാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു പ്രവചനമാണ്. അത് ഏത് കാലത്ത്, ഏത് സമയത്ത്, ഏതാളുകൾ ചെയ്യുമെന്ന് അവിടെ ഹദീസിൽ പരാമർശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ, വാക്കുകളിൽ ഇതുപോലെയുള്ള ധാരാളം പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നുള്ള തെളിവ് എന്ന രീതിയിൽ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവാചകൻ സംസാരിച്ചത് എന്നുള്ളതിൻ്റെ നേർരേഖയായി പല കാര്യങ്ങളും പ്രവാചക തിരുമേനി അറിയിച്ചിട്ടുണ്ട്. അത് അക്ഷരം പ്രതി സംഭവിച്ചതുണ്ട്, ഇനി സംഭവിക്കാനിരിക്കുന്നതുണ്ട്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ പ്രവചനം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് മിക്കവാറും ചരിത്ര പണ്ഡിതന്മാർ, ഇസ്ലാമിക ലോകത്തെ അറിയപ്പെടുന്ന ഇമാമിയങ്ങൾ വിശദീകരിച്ചത്. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, അതേപോലെ തന്നെ സിദ്ദീഖ് ഹസൻ ഖാനിനെ പോലെയുള്ള ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞത് അത് പല ഘട്ടങ്ങളിലായി കഴിഞ്ഞുപോയ ചരിത്രമാണ് എന്നാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഹിന്ദ് തഗ്സുൽ ഹിന്ദ്, ഈ ഹിന്ദിനോട് യുദ്ധം ചെയ്യുന്ന, ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു ഇന്ത്യയുടെ ഭൂപടമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ഇന്ത്യയുടെ ചിത്രം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൻ്റെ ഒരു ഭാഗവും ബംഗ്ലാദേശും നമ്മുടെ ഇന്ത്യയും എല്ലാം കൂടിച്ചേരുന്ന ഒരു ഭാഗത്തെയാണ്, ഒരു ഭൂപ്രദേശത്തെയാണ് അൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് സ്വാഭാവികമായും ഉദ്ദേശിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലെ ഈ പ്രത്യേകമായ നാട്ടിൽ ഒരു ആക്രമണം നടത്താൻ തയ്യാറായിക്കൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത ഒരു വചനമാണ് എന്ന് ഇതിനെ മിസ്കോട്ട് ചെയ്തുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ദേശവിരുദ്ധരും രാജ്യസ്നേഹമില്ലാത്തവരുമൊക്കെയാക്കി ചിത്രീകരിക്കുന്നവരുടെ രാജ്യസ്നേഹം പരുതുമ്പോൾ വേറെ പലതും പുറത്തു വരുമെന്നുള്ള കാര്യം കൂടി നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. സത്യമായി മനസ്സിലാക്കുവാനുള്ള ഹൃദയവിശാലതയും തൗഫീഖും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതായത് ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് ഒരാൾ മലയാളത്തിൽ വന്നിരുന്ന് പറയാണ്, ഇവരുടെ മദ്രസകളിൽ ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ഇവിടെയുള്ള പല ആൾക്കാരും ഏകദേശം എല്ലാവരും മദ്രസകളിൽ പഠിച്ച ആൾക്കാരാണല്ലോ, ആരെങ്കിലും മദ്രസകളിൽ ഇന്ത്യയോട് നമ്മൾ യുദ്ധം ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും കൈവെക്കാൻ പറ്റുമോ? ഒരാൾക്കും അതിന് സാധ്യമല്ല. കാരണം അങ്ങനെ ഒരു കാര്യം നമ്മളാരും പഠിച്ചിട്ടില്ല. ഇനി ഇവിടെ ഷമീർ മദീനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഗസ്വൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ, ഇന്ത്യയോട് യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിനാണ് നമ്മളിവിടെ ഒന്നാമതായി ഒരു മാപ്പ് കാണിക്കുന്നത്. സിന്ധു നദി തട സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുമ്പോൾ സിന്ധ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യ, അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസ് റിവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പരിസരങ്ങളിലുള്ള പ്രവിശ്യകൾ അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ആധുനികമായിട്ടുള്ള മാപ്പ് പ്രകാരം, ആധുനികപരമായിട്ടുള്ള ഭൂപടം പ്രകാരം അവിടെ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഇന്ത്യയുടെ ചില ഭാഗങ്ങളുണ്ട്, അതേപോലെ തന്നെ ചൈനയുടെ ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഗസ്വത്തുൽ ഹിന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുകൂടി പറയേണ്ടി വരും? അത് പാകിസ്ഥാനോട് കൂടി യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോട് യുദ്ധം ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ അത് സമർത്ഥമായി മറച്ചു വെക്കുകയാണ്. ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ മുമ്പിൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ മദ്രസകളിൽ ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് എന്ന് പറയാൻ വേണ്ടി ഈ രീതിയിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവർ പറയുന്നതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യയുടെ ഭൂപടമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത് ഒരിക്കലും ഇന്ത്യ വിരുദ്ധമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ശേഷം അവർ പലായനം ചെയ്യുകയാണ്, മദീനയിലേക്ക് എത്തിയ ശേഷവും അവിടേക്കും വന്ന് അവരെ ആക്രമിക്കാനുള്ള കോപ്പ് കൂട്ടുന്ന സമയത്ത് അവർ തിരിച്ച് മക്കക്കാരോട് ആക്രമിക്കാൻ പോകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലവും സംഘവും മക്കക്കാരെ തിരിച്ച് ആക്രമിക്കുന്നുണ്ട്. അതൊരിക്കലും മക്കക്കാരെ ആക്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് മക്കാ വിരുദ്ധമാണ്, ഇവരുടെ ഭാഷാപ്രകാരം സൗദി വിരുദ്ധമാണെന്ന് ഇവർക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ബ്ലണ്ടറുകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിന്ധു നദി തട സംസ്കാരം എന്ന് പറയുമ്പോൾ, സിന്ധു നദിയുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പം സിന്ധു നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. സിന്ധു നദി ഏറ്റവും കൂടുതൽ, ഇൻഡസ് റിവർ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. ഏകദേശം 3200 കിലോമീറ്റർ വരുന്ന ആ സിന്ധു നദി എന്നുള്ളതിൻ്റെ കേവലം 709 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയുടെ കാശ്മീർ എന്ന് പറയുന്ന ഭാഗത്തുള്ളത്. ബാക്കി മുഴുവൻ പാകിസ്ഥാനിലാണ്. മാത്രമല്ല പാകിസ്ഥാൻ്റെ ദേശീയ നദിയായിട്ട് അവർ തിരഞ്ഞെടുത്തത് സിന്ധു നദിയാണ്. ഈ ഇന്തോ പാക്കായിട്ടുള്ളൊരു ഒരു പാക്റ്റ് ഉണ്ട്. ആ പാക്റ്റിൽ 20% ഈ നദിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് 20% മാത്രമേ അതിൽ അധികാരമുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സിന്ധ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു വാക്കിനെ അത് ഇന്ത്യ, ഇന്ന് നമ്മൾ ആധുനികമായിട്ട് കാണുന്ന ഈ പറയുന്ന റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ഇവിടെ വെറുപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില വെറുപ്പ് തീനികൾ മാത്രമാണ് ഇവർ എന്ന് ഈ സമൂഹം തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് കൂടെ സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ സുഹൃത്തുക്കളെ, ഈ ഹദീസിനുള്ള മറുപടി ഇത് ഈ ഹദീസിനുള്ള മറുപടി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായ ഡയലോഗിലൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ആയിരങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ തൊട്ടടുത്ത ആഴ്ചകളിൽ രാഹുൽ ഈശ്വറുമായിട്ട് ഈ പറയുന്ന വ്യക്തി നടത്തിയ സംവാദത്തിൽ വീണ്ടും ഇത് കൊണ്ടുവരുന്നത് എന്തിനാണ്? പോരണൊക്കെ പോന്നോട്ടെ, കിട്ടണൊക്കെ കിട്ടിക്കോട്ടെ, തെറ്റിദ്ധരിപ്പിക്കണത്ര തെറ്റിദ്ധരിപ്പിച്ചോട്ടെ എന്നാണ്.
അപ്പം അതിലൊരു രംഗമുണ്ട് ശരിക്ക്. ഈ ഇങ്ങനെ ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്നുള്ള ഹദീസ് ഇയാൾ കോട്ട് ചെയ്യുമ്പോൾ രാഹുൽ ഈശ്വർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് ഖുറാനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണോ? ആ ചോദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പം ഇത് ഒരു ചോദിച്ചോട്ടെ, ഹിന്ദു ഖുറാനിൽ മെൻഷൻ ആണോ? ഞാൻ പറഞ്ഞുതരാം, അത് കംപ്ലീറ്റ് ചെയ്യാം. പറഞ്ഞുതരാന്ന് പറഞ്ഞേ 2 മണിക്കൂറിലധികം ഇരുന്നിട്ടും പറഞ്ഞു കൊടുത്തിട്ടില്ല മൂപ്പര്. പക്ഷേ മൂപ്പർക്ക് ചിലത് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്നു. എന്താ, മദ്രസകളിലൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് വന്നപ്പോൾ അബ്ദുൽ അബ്ബാസിലടക്കമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അത് ശരിക്കും അടുത്ത ആ ദിവസം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അത് ടേക്കപ്പ് ചെയ്തു. ഏത് മദ്രസയിലാന്ന് ചോദിച്ചു. നിങ്ങൾ പറയണ ഇനാമ തരാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മൂപ്പരൊരു വെബ്സൈറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഒരു കേസിൻ്റെ ഡീറ്റെയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് മദ്രസ വാർത്തയിലേക്കൊന്ന് പോവാം. ഇത് ഫെബ്രുവരി 2024 22-ാം തീയതി വന്ന ഒരു വാർത്തയാണ്. ഇത് എവിടുന്നാണ് വന്നിരിക്കുന്നത്? ടോക്സ് അബൌട്ട് ഇൻവേഷൻ, NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അവരൊരു കേസ് എടുത്തതിൻ്റെതായിട്ടുള്ള ഒരു വാർത്തയാണ്. എന്താ അത് സംഭവം? ആക്ഷൻ എഗെയിൻസ്റ്റ് ദാറുൽ ഉലൂം ദിയോബന്ദ്, അവരുടെ മദ്രസകളിൽ ഈ സംഗതി പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫത്വകൾ അവരിറക്കുന്നു. ഇത് NCPCR അവരുടെ ശ്രദ്ധയിലേക്ക് പെടുന്നു. അവർ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഫത്വ ഇഷ്യൂഡ് ബൈ മദ്രസ ദാറുൽ ഉലൂം ദിയോബന്ദ്. മൂപ്പര് വിചാരി രാവിലെ 2 മണിക്കൂർ കുട്ടികൾ വേണ മദ്രസ ഉണ്ടല്ലോ, ആ മദ്രസയാണ് ഈ ദയൂബന്ദ് എന്നാണ്. ദയൂബന്ദ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് അല്ലേ, ഒരുപാട് ആയിരങ്ങൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഫത്വ വന്നിട്ടുണ്ട് എന്നാണ്. മൂപ്പരൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചറപറാ നുണ പറയുന്ന മൂപ്പരെന്നെ പറയും. ചറപറാ നുണ പറയുന്നത് പരസ്യമായിട്ട് സമ്മതിക്കുന്ന ആളാണ് മൂപ്പര്. ആ ചറപറാ നുണയാണത് സംഭവം. ദയൂബന്ദ് എന്നൊക്കെ പറയുന്നത് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ പറയുന്നൊരു ഏജൻസിയാണ്. വ്യക്തികൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പിഴവ് ആർക്കും വരാവുന്ന പിഴവ് അവർക്കും വരാം. പക്ഷേ ഈ വിഷയത്തിൻ്റെ ഒരു വസ്തുത എന്താണെന്നറിയോ? ഇയാളിങ്ങനെ ഇംഗ്ലീഷിലുള്ള ഒരു സാധനം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ കേസ് വന്നു, ഇങ്ങനെ വന്നു, അങ്ങനെ വന്നു, ഹദീസ് കണ്ടോ. യഥാർത്ഥത്തിൽ ഇവിടെ ഷമീർ മദീനി പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയ സംഭവിച്ചു പോയ ഒരു പ്രവചനമാണ്. പ്രവാചകൻ്റെ പ്രവചനത്തെ 2-3 രീതിയിൽ വരും. പ്രവാചകൻ്റെ കാലത്ത് കഴിഞ്ഞു പോയത്, അല്ലെങ്കിൽ പിൽക്കാലത്ത് നടന്ന് കഴിഞ്ഞു പോയത്, പ്രവാചകൻ്റെ കാലം മുതൽ തുടങ്ങിയത്, ഇപ്പോൾ തുടരുന്നതും, ഇനി വരാനുള്ളത്, ഇങ്ങനെ പല നിലക്ക് വരും. ദയൂബന്ദും ഇത് തന്നെയാണ് കൊടുത്തത്. ദയൂബന്ദിൻ്റെ ഫത്വ വളരെ കൃത്യമായ ഹദീസ് കോട്ട് ചെയ്തതിൻ്റെ തൊട്ട് ശേഷം അവരിവിടെ ഷമീർ മദീനി പറഞ്ഞ ഉത്തരം എന്താണോ അത് കൊടുത്തിട്ടുണ്ട്. മൂപ്പർക്ക് ഇതൊന്നും അങ്ങനെ നോക്കി പറയുന്ന പരിപാടിയൊന്നും ഇല്ല എന്നാണ്. ഞാനാണ് പറയലാണ്, ചറപറാണ്ട് അടിച്ചു വിടലാണെന്ന് മൂപ്പരന് പബ്ലിക്കായിട്ട് പറഞ്ഞതാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് കേൾപ്പിച്ചോളാം. നോക്കൂ നിങ്ങൾ, ദയൂബന്ദിൻ്റെ ഫത്വൻ്റെ അവസാന ഭാഗം എങ്ങനെയാണ്? അക്സർ ഉലമാ ഓർ ദാറുൽ ഉലൂം ദയൂബന്ദ് की राय ये है कि यह गज़वा मोहम्मद बिन कासिम के दौर सन 711 से 713 ईसाई के दरमियान हो चुका है എന്ന് കൃത്യമായിട്ട് പറയാം. അക്സർ ഉലമാ ഓർ ദാറുൽ ഉലൂം ദയൂബന്ദ് की राय, മിക്ക പണ്ഡിതന്മാരുടെയും ദാറുൽ ഉലൂം ദയൂബന്ദിൻ്റെയും ഒക്കെ അഭിപ്രായം എന്ന് പറയുന്നത് ഏഹിക്ക് ഇതാകുന്നു. ഏഹി ഗസ്വ, ഈ യുദ്ധം മുഹമ്മദ് ബിൻ കാസിം കെ ദൗർ സൻ 711 से 713 711 തൊട്ട് 700 ആ ഒരു കാലയളവിൽ ഇത് നടന്നിട്ടുണ്ട്. എന്താണ്? ദർമിയാൻ ഹോ ചുക്കാഹെ, അത് സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പം സംഭവിച്ചു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ കമൻറ്റ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫത്വയാണ് സംഭവം. മദ്രസ എന്ന് പൊതുവെ ഉത്തരേന്ത്യയിൽ ഇത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ അങ്ങനെയാണ് പറയാം. അവർ ജനറലി ഉപയോഗിക്കുന്ന ഒരു ടൈറ്റിലാണിത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ മദ്രസയിലും കുട്ടികളെങ്ങനെ വാളും തോക്കൊക്കെ എടുത്ത് ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുകയാണെന്നൊക്കെ വ്യാജമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്ന അല്പന്മാർ വിഷജീവികൾ, അവരെ നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ ഇതേ ഗൗരവത്തിൽ കാണണം, മനസ്സിലാക്കണം. ഇത്തരം വൈജ്ഞാനിക വിഷയങ്ങളെ പഠിച്ച് മുന്നോട്ട് പോകണം എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.